ഒന്നുമില്ല, അതെല്ലാം അവസാനിച്ച കാര്യമല്ലേ, അത് നടപ്പിലാക്കുകയും ചെയ്തു. അതൊന്നും കേരളത്തിലൊരു വിഷയമൊന്നുമില്ല, പാർട്ടിയിലും വിഷയമൊന്നുമില്ല. അപ്പൊ അത് തീരുമാനിച്ച് നടപ്പിലാക്കി തന്നെയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും നേരത്തെ എതിർപ്പ് ഉന്നയിച്ചവരെ വീണ്ടും നിയമിക്കുമ്പോൾ അതൊരു ഒത്തുതീർപ്പിന്റെ ഭാഗമാണ്. അല്ല, ഇത് ഞാൻ ഇന്നലെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുണ്ടോന്ന് എനിക്കറിയില്ല. എന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഗൗരവമുള്ളതാണ്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖല എല്ലാ കാലത്തും സംഘർഷഭരിതമായി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് സഹായകരമായതല്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചില സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു, അത് അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് പൊതുവെ എടുത്തു. സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. സുപ്രീം കോടതി പരസ്പര അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി മുമ്പോട്ട് വെച്ചു. അതിനെല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ഒരു ഭിന്നതയോ അതുപോലുള്ള പ്രശ്നങ്ങളോ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ സിസ തോമസ് സർവകലാശാലയ്ക്ക് അടക്കം മോശം വരുത്തുന്ന രീതി, അല്ല അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. അതില്ലേ അതൊക്കെ നേരത്തെ ഈ വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നമല്ല, അത് അവസാനിപ്പിച്ച് പത്രത്തിൽ നിങ്ങൾ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിഷയങ്ങളെ കണക്കാക്കരുത്. അതൊന്നും വസ്തുതാപരമല്ല. നിങ്ങൾ നേരത്തെ വേറെന്തോ ചോദിച്ചല്ലോ, പാരഡി, അതങ്ങ് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, അതല്ലേ വിഷയം. എനിക്കറിയില്ല, അത് നിയമപരമാണ്. പാർട്ടി ഒരു നിലപാടൊന്നും അത് സംബന്ധിച്ച് എടുത്തിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല. ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ അത് തികച്ചും നിയമപരമായ നിലപാടാണ്. ആ നിയമപരമായ നടപടി ശരിയോ തെറ്റോ എന്നൊക്കെ ആളുകൾക്ക് പരിശോധിക്കാൻ അവസരമുണ്ടല്ലോ. ഞങ്ങളത് പരിശോധിച്ച് ഇടപെട്ടിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ പരിശോധിക്കാം. അല്ല, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്, അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ CBCI ഇന്നലെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭയുടെ അതൃപ്തി ഞാനില്ല, ഞാൻ അതിനെപ്പറ്റി ഒരു നോ കമന്റ്. ഞാനത് സംബന്ധിച്ചുള്ള എനിക്ക് അറിയില്ല വിഷയം. അല്ല, അങ്ങനെയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ഞങ്ങൾ പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല, ഞങ്ങൾ തോൽക്കാനിടയായി. ആ യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കാമെന്ന്, ആ ജനവിധി ഞങ്ങൾ അംഗീകരിക്കാമെന്ന്. ആ ജനവിധി അംഗീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തത വരുത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ മേലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് രാഷ്ട്രീയമാണോ ഉയർത്തിപ്പിടിച്ചത്, ആ രാഷ്ട്രീയ നിലപാട് തുടർന്ന് മുമ്പോട്ട് പോവുക. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നീക്കുപോക്കുണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ ഒരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുള്ള ഒരു നിലപാടാണ്. അപ്പം ഇത് അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും ഇതിനകത്ത് മറ്റു രീതിയിൽ വരുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രൈസ്തവ വിഭാഗം ഞാൻ അതാണ് എന്നോട് മറന്നുപോയി. അല്ല, ഇതൊക്കെ ഒരു മിനിറ്റ്. അതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട് ഒരു അവസാന കൺക്ലൂഷനിലെത്തിക്കഴിഞ്ഞിട്ടില്ല. ഓരോ പാർട്ടിക്കകത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ നമ്മളെ ഈ ജനുവരി ഫസ്റ്റ് വീക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കും. ആരെങ്കിലും ഒരാളൊന്നും വരും, ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും എൻ്റെ 202 എൻ്റെ ഒരു വാച്ച് ഉണ്ട് അവിടെ വെച്ച് മറന്നു. 202 അല്ല, ഇടതുപക്ഷ ജനാധിപത്യ ഇതൊരു ഭരണപരമായ നടപടിൻ്റെ ഒരു പ്രശ്നമാണിത്. ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി, ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ഭിന്നതയും പ്രശ്നങ്ങളൊന്നും കേരളത്തിലുണ്ടോ എനിക്കറിയില്ല. ഞാനിനിപ്പോൾ വന്നതിന് ശേഷം എന്താ പ്രശ്നമുണ്ടോന്ന് അറിയില്ല, നോക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അഭിപ്രായ സമന്വയത്തിലേക്ക് പോകണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. അനിൽകുമാറിനെ അദ്ദേഹത്തിന്റെ DB കോളേജിലേക്ക് ഭാരതാംബ വിഭാഗത്തിലേക്ക് കേരള സർവകലാശാല രജിസ്റ്റർ എനിക്കറിയില്ല. ഞാൻ കേരളത്തിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് പോയി അന്വേഷിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ. ഇല്ല, അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ മതനിരപേക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. ഈ അഭിപ്രായത്തോടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല.
ഇടതുപക്ഷ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാട് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകും. അതിൽ ഒരു മാറ്റവും വരുത്തേണ്ടുന്ന പ്രശ്നം ഇതിനകത്തില്ല. തെരഞ്ഞെടുപ്പിൻ്റെ വിധിയിലും ഞങ്ങൾ എടുക്കുന്ന നിലപാടിൽ ഈ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട നിലപാടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ചില സംഭവങ്ങളും വിഷയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിക്കുക. അത് അടിസ്ഥാനം. ശബരിമല